ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു ചീസ് കേക്ക് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ അതിന് ആദ്യം തന്നെ ഒരു ബോൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 150 ഗ്രാം ക്രീം ചീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ചീസിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മൾ ചീസ് ഇവിടെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗറും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിവിടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ മൈദപ്പൊടിയാണ് കേട്ടോ. മൈദയും ആഡ് ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 എഗ്ഗാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു എഗ്ഗ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് അടുത്ത എഗ്ഗ് ചേർക്കേണ്ടത്. അപ്പോൾ ദേ അടുത്ത എഗ്ഗും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. കയ്യിന് കുറേ പ്രശ്നം ഉണ്ടാവും ഇങ്ങനെ മിക്സ് ചെയ്യുന്ന ടൈമിൽ. എന്നാലും നമ്മൾ തളരരുത്, നമ്മൾ വീണ്ടും മിക്സ് ചെയ്യണം. അപ്പോൾ എഗ്ഗ് ചേർത്തിട്ടുള്ള മിക്സ് അവിടെ റെഡി ആയതിനു ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, അതും കൂടി ആഡാക്കി കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാം കേട്ടോ. എത്രത്തോളം നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നോ അത്രത്തോളം നമ്മളെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഞാനിതിവിടെ ഓവനിലല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. റെഡിയാക്കിയിട്ടുള്ള മിക്സ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിലാണ് ഈ കേക്ക് റെഡിയാക്കുന്നത്, അതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 30-40 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് കുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ വെറുതെയും കഴിക്കാം, അല്ലാതെ ഇതിൽ ചോക്ലേറ്റ് ഗനാശ ഒഴിച്ചിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളുടെ കേക്കൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.